നമ്മുടെ ഗ്രാമോത്സവവും ഇതോടൊപ്പം നടക്കുകയാണ്. ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 1965 ആരംഭിച്ചിട്ടുള്ള കന്നുകാലി ചന്ത, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ശശി ഇവിടെ വിശദീകരിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ നിന്ന് കർഷകർ അവരധ്വാനിച്ച് വിളയിപ്പിച്ചെടുത്തിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള ഒരു വേദി കൂടിയായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ ചന്ത. കാർഷിക മേഖലയിൽ ആ കാലഘട്ടത്തിൽ തന്നെയാണ് കാളപൂട്ട്. അതുകൊണ്ട് തന്നെ ആ കാളകളെ വിൽപ്പന നടത്താനുള്ള ഒരു അവസരവുമായി ഈ ചന്ത മാറിയിരുന്നു. നമ്മുടെ നാട്ടിലെ നാട്ടുകാർ സംഘടിച്ച ആലകൾ കെട്ടി, അവരുടെ ആലയിൽ മൂരികളെ കെട്ടി വിൽപ്പന നടത്തുന്ന ഒരു പഴയ കാലം ഒരുപക്ഷെ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നല്ല ഐക്യത്തിലും സൗഹൃദത്തിലുമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ചന്ത ഒരു ഗ്രാമോത്സവമായി മാറിയത്. നമ്മുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മുടെ നാടും മാറുന്ന സാഹചര്യമുണ്ടായി. അതിനനുസരിച്ച് ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും ആളുകൾ ഫെസ്റ്റായും ഉത്സവമായും ഗ്രാമോത്സവമായും ഒക്കെ വിവിധ തരത്തിൽ സംഘടിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധ സ്റ്റാളുകളും ഒക്കെയായി നമ്മുടെ മൊയ്പോത്ത് വരുന്ന 7 ദിവസം രാവിനെ പകലാക്കി മാറ്റിക്കൊണ്ടുള്ള വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ശശി പറഞ്ഞു വെച്ചതുപോലെ, ഇന്നിപ്പം നമ്മുടെ ഘോഷയാത്ര നടക്കുന്നു, സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുന്നു. പക്ഷേ അത്തരം പരിപാടികളിലൊന്നും തന്നെ ഒരു പുതിയ തലമുറ, യുവാക്കളുടെ സാന്നിധ്യം വേണ്ടതുപോലെ എത്തുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊക്കെ വിലയിരുത്തേണ്ടതാണ്. ഇത്തരം ആഘോഷങ്ങളും ഉത്സവങ്ങളും പരിപാടികളും ഒക്കെ പുതിയ തലമുറയെ കൂടി നമുക്കിതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ സാധിക്കണം. ഇന്ന് ടെലിഫോണിൻ യുഗത്തിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒത്തുകൂടലുകളുടെ പ്രാധാന്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷ പരിപാടികളിൽ പുതിയ തലമുറയെ കൂടി ഭാഗമാക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഗാനമേള നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ വളരെ സന്തോഷകരമായൊരു സായാഹ്നത്തിലാണ് നാം ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. 60 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ആരംഭിച്ച ശ്രീശാല ശങ്കരനാരായണ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തി വന്നിരുന്ന കന്നുകാലിച്ചന്ത കുറെ കൂടി ജനകീയമായി ജനപങ്കാളിത്തത്തോടുകൂടി മുമ്പ് കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും 2-3 വർഷമായി എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തത്തോടു കൂടിയും അവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടും നടത്തുന്ന ഒരു തരത്തിലേക്ക് ഈ ഒരു മൊയ്പോത്ത് ഫെസ്റ്റാക്കി മാറ്റി ഈ ചന്തയെ പരിവർത്തിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സന്തോഷകരമായ അവസ്ഥ. ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക തനിമയും നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാന സുസ്ഥിതിയും ഒക്കെ നിലനിർത്തുവാൻ ഇത്തരം കൂട്ടായ്മകളും ഫെസ്റ്റുകളും അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും പരിപാടികൾ എല്ലാവരും നടത്തുക, അതെല്ലാവരുടേതും ഒരു ആഘോഷമാക്കി മാറ്റുക. ശ്രീശാല ശങ്കരനാരായണ ക്ഷേത്രോത്സവം മൊയ്പോത്തിൻ്റെ ഒരു ഉത്സവമാക്കി പരിവർത്തിപ്പിച്ച് നടത്തപ്പെടുകയാണ്.
അതുകൊണ്ട് നമ്മിൽ നിന്ന് ഉയർന്നു വരേണ്ടത് പരസ്പര സ്നേഹാദരവും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ പൂർവികർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രോത്സവവും അതിനോടനുബന്ധിച്ചുള്ള കാർഷിക ഉത്സവവും ആരംഭിച്ചത്. ഒരു നാടിൻ്റെ ഐക്യവും സഹവർത്തിത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി വളരെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ഇതിന് കാരണഭൂതനായ എൻ്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ശങ്കരൻ മാസ്റ്ററെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇന്ന് അന്യം നിന്ന് പോകുന്ന ഐക്യവും കൂട്ടായ്മയും അത് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഇന്ന് പല പേരുകളിലും നമ്മുടെ പഞ്ചായത്തുകളിലും അയൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഫെസ്റ്റ് എന്ന പേരിൽ കൂട്ടായ്മകൾ രൂപീകരിക്കുകയാണ്. അതിന് കാരണമായിട്ടുള്ളതും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹവും ഐക്യവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ശ്രീശാല കന്നുകാലി ചന്തയും ക്ഷേത്രോത്സവവും നമ്മുടെ പ്രദേശത്തിൻ്റെ ഐക്യവും കൂട്ടായ്മയും നിലനിർത്താൻ കഴിയുന്നതാകട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്കൊരുമിച്ച് പങ്കാളികളാവാം എന്ന് മാത്രം. ഉത്സവമായിട്ടാണ് ഈ ചന്തയെ നമ്മൾ കണ്ടുവരുന്നത്. ഈ ചന്തകൾ പലതും വളരെ പ്രാചീന കാലത്ത് ഉടലെടുത്തവയാണ്. അതായത് പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ സാധനങ്ങൾ കൈമാറ്റുന്ന ഒരു സമ്പ്രദായം, അതായത് ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്താണ് ചന്തകളുടെ ഉത്ഭവം. അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമുള്ള സാധനങ്ങൾ ചന്തകളിൽ വെച്ച് പരസ്പരം കൈമാറുന്ന രീതിയാണ് പണ്ട് കാലത്തുണ്ടായിരുന്നത്. എന്നാൽ പണത്തിൻ്റെ ഉത്ഭവത്തോടു കൂടി സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന രീതി വന്നു. നമുക്ക് പണ്ട് കാലത്ത് അപേക്ഷിച്ച് ഇന്ന് പല സാധനങ്ങളും വടകരയോ കോഴിക്കോട് മാർക്കറ്റുകളിലോ പോയാൽ കിട്ടും. എന്നാൽ ചില സാധനങ്ങൾ നമുക്ക് ഈ മാർക്കറ്റുകളിൽ പോയാൽ കിട്ടില്ല. അപ്പോൾ ചന്തയിൽ കിട്ടുന്ന പുല്ലുപായ, അതുപോലെ തന്നെ അച്ചിപ്പായ എന്നൊക്കെ പറയുന്ന പായകളൊക്കെ തന്നെ ഇന്ന് കോഴിക്കോടോ വടകരയോ മാർക്കറ്റുകളിൽ പോയാൽ കിട്ടും. എന്നാൽ നമ്മുടെ കച്ചട്ടി എന്ന് പറയുന്ന സാധനം നമുക്ക് ചന്തയിൽ പോയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അത് വടകര പോയി വാങ്ങിക്കളയാന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല, ചന്തയിൽ നിന്ന് മാത്രമേ കിട്ടൂ. അപ്പോൾ അത്തരം സാധനങ്ങൾ കിട്ടുന്ന ഒരു കമ്പോളം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ആയിരുന്നു ചന്തകൾ. അപ്പോൾ നമ്മുടെ ഈ കന്നുകാലി ചന്ത വളരെയേറെ പ്രശസ്തമായ ഒരു കന്നുകാലി ചന്തയായിരുന്നു. ഇന്ന് കന്നുകാലികളുടെ വിപണനമില്ലെങ്കിലും മറ്റു സാധനങ്ങളുടെ വിപണനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചന്തകൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നാടിൻ്റെ ഒരു ആവശ്യമാണ്. അതുമാത്രമല്ല, അതോടൊപ്പം ഈ ചന്തകളുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കുന്ന സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മ